Hi everyone, my name is Harsha and welcome back. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ എൻ്റെ പ്രഗ്നൻസി അനൗൺസ് ചെയ്തായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനിയും പ്രഗ്നൻസി റിലേറ്റഡ് കുറച്ച് വീഡിയോസ് ഇടുമെന്നുള്ളത്. കാരണം മീൻസ് ഐ തിങ്ക് യൂട്യൂബ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ജേർണിയിൽ ഞാൻ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതൊക്കെ എനിക്ക് ഒബ്വിയസ്ലി ഷെയർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസും ഇടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് അറിയാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ത്രൂ ഔട്ട് ഈ ഒരു 6 months എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഒരു പ്രഗ്നൻസി സീരീസ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതായത് എനിക്ക് എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഏർലി സിംറ്റം, പിന്നെ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, അങ്ങനെ നമുക്ക് കുഞ്ഞാവ വരുന്നിടം വരെയുള്ള വീഡിയോസ് നമുക്ക് ഇടാം. ആൻഡ് ഇവിടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രഗ്നൻസി ഡിഫറെൻ്റ് ആണ് കേട്ടോ. എൻ്റെ പ്രഗ്നൻസി പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാളുടെ പ്രഗ്നൻസി. പക്ഷെ നമ്മളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതാണ് മെയിൻ ഉദ്ദേശം എൻ്റെ ശരിക്കും ഈ ഒരു പ്രഗ്നൻസി സീരീസ് ഇടാനായിട്ട്. ചിലർക്കൊന്നും ഞാൻ ഈ പറയാൻ പോകുന്ന സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, ചിലർക്ക് ഇതല്ലാണ്ട് വേറെയും കുറേ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എനിക്ക് അനുഭവമുള്ള സിംറ്റംസ് ആണ്. ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മിസ്ഡ് പീരിയഡ്സ് ആണ്. നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിളൊക്കെ കറക്റ്റ് ആണ്, നമുക്കൊരു ഹോർമോണൽ ഇംബാലൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു 28 days ആ ഒരു ഗ്യാപ്പിന് ശേഷം നമുക്ക് ഒബ്വിയസ്ലി പീരിയഡ്സ് ആവും. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പീരിയഡ്സ് ഒബ്വിയസ്ലി കറക്റ്റ് ആ ഒരു ഡേറ്റിന് തന്നെ വരും. അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ ഡൗട്ട് ചെയ്യേണ്ടതുണ്ട് ദാറ്റ് യെസ് നമ്മൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കാം. എസ്പെഷ്യലി നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അതായിരിക്കും നമ്മൾ മെയിൻലി നോക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പീരിയഡ്സ് മിസ്സായി എന്ന് പറയുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഒബ്വിയസ്ലി പ്ലാനിങ് ആയിരുന്നു, നമ്മൾ ഒബ്വിയസ്ലി ബേബി പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം നമുക്ക് അറിയാം എന്താണ് എന്നുള്ളത്. അപ്പം മിസ്ഡ് പീരിയഡ് ആണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് സിംറ്റം ആണ് ഹെവി ബ്രസ്റ്റ് അല്ലെങ്കിൽ ടെൻഡർ ബ്രസ്റ്റ്. നമുക്ക് പീരിയഡ്സ് മിസ്സാവുന്നതിന് മുന്നേ തന്നെ ഈ ഒരു നമുക്ക് സിംറ്റം അറിയാൻ പറ്റും. എൻ്റെ LMP എന്ന് പറയുന്നത് 7 October ആയിരുന്നു. ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബ്രസ്റ്റൊക്കെ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ നമ്മൾ വേദന എടുക്കുന്ന പോലത്തെ ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. ആൻഡ് ഭയങ്കര ടെൻഡറായിട്ടൊക്കെ തോന്നും. അത് തൊടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അങ്ങനെയൊന്നും ഇന്നേ വരെ ഇങ്ങനെ വന്നിട്ടില്ല. അപ്പം നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയിൽ ചെറിയൊരു ചേഞ്ച് വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയറും ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും യെസ് നമുക്ക് പ്രഗ്നൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശരിക്കും അങ്ങനെയൊക്കെ എന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രിപ്പയർ ആവുന്നതാണ്. ഫസ്റ്റ് പ്രഗ്നൻസി ആവുമ്പോൾ ശരിക്കും ഇതൊക്കെ അറിയാൻ പറ്റും. സെക്കൻഡ് പ്രഗ്നൻസിയിലൊക്കെ നമ്മുടെ ബോഡി ആ ഒരു ഫേസ് കടന്നു വന്ന് നമ്മുടെ ബോഡി അങ്ങനെ ആയിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഫ്രഷ്ലി പ്രിപ്പയർ ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നത്. പ്രത്യേക ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിപ്പിൾ ഏരിയയിൽ ഒരു ഡാർക്ക്നെസ്, നമുക്ക് നല്ലോണം ഡാർക്ക്നെസ് ആൻഡ് കുറച്ച് വലുതുമാവും. അതൊക്കെ നമ്മുടെ ബേബിനെ ഫീഡ് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരു പ്രിപ്പറേഷനാണ് നമ്മുടെ ബോഡി നടത്തുന്നത്. അപ്പോൾ ഹെവി ബ്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രിക്കിംഗ് പെയിൻ വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ടെൻഡർ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അത് ഒരു ഏർലി പ്രഗ്നൻസി സിംറ്റം എന്ന് പറയുന്നത് ടയർഡ്നെസ് അല്ലെങ്കിൽ ക്ഷീണം, ഫെറ്റീഗ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാനൊക്കെ ഭയങ്കര ഓടിച്ചാടി എല്ലാം നടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എനിക്കൊക്കെ ഭയങ്കര ക്ഷീണം വന്ന് തുടങ്ങിയായിരുന്നു. എന്തെങ്കിലും എനിക്കെപ്പോഴും കിടക്കണം എന്നൊക്കെ ആയിരുന്നു. അപ്പം അതും നമുക്ക് യൂഷ്വൽ അല്ലാതെ നമ്മുടെ ബോഡി അൺയൂഷ്വലായിട്ട്
ബിഹേവ് ചെയ്യുകയാണ് ആ സമയത്ത്. യൂഷ്വലായിട്ട് ബിഹേവ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡി നമ്മുടെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രിപ്പയർ ആവുകയാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും. ആ ഒരു ചേഞ്ചസ് കാരണം നമുക്ക് നല്ല ക്ഷീണം വരും. അപ്പോൾ എനിക്ക് ശരിക്കും ക്ഷീണം ഉണ്ടായിരുന്നു. ആ ഒരു ഏർലി സ്റ്റേജ് തുടങ്ങി എനിക്കൊരു 3-4 months വരെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇപ്പോഴും എനിക്ക് ക്ഷീണമുണ്ട്. ഞാൻ ഭയങ്കര ട്രൈ ചെയ്യാറുണ്ട് ആക്റ്റീവായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്, പക്ഷേ പറ്റാറില്ല. ബട്ട് ഞാൻ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കാനും ഒക്കെ മീൻസ് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ ബോഡി അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രഗ്നൻസി അങ്ങനെയാണ്. ചിലവർക്ക് ഭയങ്കര സൂപ്പർ ആക്റ്റീവ് ആയിരിക്കും, ചിലർക്ക് ഭയങ്കര ഡള്ളായിരിക്കും, ചിലർക്ക് 9 മാസവും ഭയങ്കര ഡള്ളായിരിക്കും. ഒരു ഏർലി സ്റ്റേജ് തുടങ്ങി 4 months വരെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. കാരണം ഛർദിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തലവേദനയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ആ ഒരു ക്ഷീണമുണ്ട്. ബട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ നമ്മുടെ ബോഡീനെ നമ്മൾ ആക്റ്റീവാക്കി വെക്കുക. എപ്പോഴും ക്ഷീണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്കും നല്ലതല്ല, നമ്മുടെ കുഞ്ഞിനും നല്ലതല്ല. അപ്പം ടയർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർത്ത് സിംറ്റം എന്ന് പറയുന്നത് വോമിറ്റിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ മോർണിംഗ് സിക്നെസ് എന്നാണ്. മോർണിംഗ് സിക്നെസ് എന്ന് ഞാൻ പറയുമ്പം മോർണിംഗിൽ മാത്രം വരുന്ന സിക്നെസ് അല്ല, അതിന് ജസ്റ്റ് ഒരു ടേം കൊടുത്തേക്കുന്നതാണ്. നമുക്ക് ഛർദിൽ അല്ലെങ്കിൽ ആ ഒരു വോമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ നമുക്കുണ്ടാവും. ഇതൊക്കെ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് ഏർലി സ്റ്റേജിലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ 2nd month തുടങ്ങിയപ്പോൾ എനിക്ക് ഉണ്ടായില്ല. ദെൻ 3rd-4th month എനിക്ക് നിറയെ ഛർദിലുണ്ടായിരുന്നു. അപ്പം അതായത് ഞാൻ അറിയാത്തടം വരെ എനിക്ക് ചെറിയൊരു മോർണിംഗ് സിക്നെസ് പോലെ ഉണ്ടായിരുന്നു. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ എനിക്ക് നമ്മൾ വായ കഴുകുമ്പോൾ ബ്രഷൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നുമായിരുന്നു. ഇതൊക്കെ ശരിക്കും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓക്സിജൻ ലെവൽ കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഒരു വോമിറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു മോർണിംഗ് സിക്നെസ് എന്ന് പറയുന്നത്. അപ്പം ഒബ്വിയസ്ലി നമ്മൾ സിനിമയിലുമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പെണ്ണുങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഛർദ്ദിക്കുമ്പോൾ. അപ്പം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പം നമുക്കൊരു വോമിറ്റിംഗ് സെൻസേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി അതൊരു പ്രഗ്നൻസി സിംറ്റം എന്ന് പറയുന്നത് ഫുഡിനോടുള്ളൊരു ചേഞ്ചാണ്. അതായത് ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു ഇപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വെറുക്കുന്ന പോലെ തോന്നിപ്പോവും. എനിക്കൊക്കെ നോൺ വെജൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയായിരുന്നു. എനിക്ക് ജസ്റ്റ് തോന്നുമായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് ജസ്റ്റ് വെജിറ്റബിൾസ് മാത്രം, അല്ലെങ്കിൽ വെജ് മാത്രം കഴിച്ചാൽ മതി എന്നുള്ളത്. ഇതൊക്കെ ശരിക്കും ഒരു 50% ആൾക്കാർക്ക് ഉണ്ടാവും, ഒരു 50% ആൾക്കാർക്ക് ഉണ്ടാവത്തില്ല. ഉണ്ടാവാത്ത ആൾക്കാർ ഒബ്വിയസ്ലി ഭാഗ്യവതികളാണ്. കാരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഭക്ഷണത്തിനോടും എനിക്ക് വെറുപ്പായിരുന്നു. എനിക്ക് ഭക്ഷണം കാണുമ്പോൾ തന്നെ എന്തോ പോലെയായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ തൈര് കൂട്ടി ചോറ് കഴിക്കുക, അതും നമ്മുടെ കേരള റൈസ് അല്ല, നോർമൽ ബാസ്മതി റൈസ് എന്താണ് അതൊക്കെയായിരുന്നു, അത് കഴിക്കാനായിരുന്നു എനിക്ക് താല്പര്യം വരുന്നത്. അപ്പം നമുക്ക് ഫുഡിനോടുള്ള ചെറിയ മടുപ്പും മാറ്റങ്ങളും ഒക്കെ വരും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും ഒരു ഏർലി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി. 6th സിംറ്റം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. നമുക്കറിയില്ല നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആയി, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. ആ സമയത്ത് നമുക്ക് ചിലവരുടെ ബോഡിയിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും. നമുക്ക് ചില സമയത്ത് ഒരുപാട് ചൂടെടുക്കും, ചില സമയത്ത് നമുക്ക് ഒരുപാട് തണുക്കും. എനിക്കൊക്കെ ഒരുപാട് തണുപ്പുമായിരുന്നു. ഏർലി സ്റ്റേജിൽ എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോഴൊക്കെ മീൻസ് ഈ ഒരു സിംറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു സിംറ്റംസ് എല്ലാം എനിക്കുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഏർലി സ്റ്റേജിൽ തന്നെ എനിക്ക് അറിയാൻ പറ്റി യെസ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പീരിയഡ്സ് മിസ്സായി കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, നമ്മുടെ പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയത്. നമുക്ക് ഒബ്വിയസ്ലി കൺഫേം ചെയ്യണമല്ലോ. ഇതൊക്കെ എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ എനിക്കിങ്ങനെ ചിലപ്പോൾ ഫീവർ പോലെ തോന്നും, ചിലപ്പോൾ ചൂട് തോന്നും. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു സംഭവമാണ് ആ സമയത്ത് നമ്മുടെ ബോഡി കാണിക്കുന്നത് കേട്ടോ. നമുക്കൊരു തോന്നുന്നത് എന്താ ഇങ്ങനെയൊക്കെ വരുന്നതെന്നുള്ളത്. അപ്പം അതും ഒരു സിംറ്റമാണ്. അപ്പം നമുക്ക് നമ്മുടെ ബോഡി ഒബ്വിയസ്ലി യൂഷ്വൽ ഡേയ്സിൽ നമ്മുടെ ബോഡി അങ്ങനെയൊന്നും കാണിക്കില്ല. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ബോഡി അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ യെസ് നമുക്ക് പ്രഗ്നൻസി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ലോവർ അബ്ഡോമിനൽ, അതായത് അടിവയറ്റിൽ വേദന. നമുക്ക് പീരിയഡ്സ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പെയിൻ വരുന്നത്?
അതുപോലെ തന്നെ നമുക്ക് പീരിയഡ്സിൻ്റെ ആ ഒരു പെയിൻ നമുക്ക് ആ ഒരു സമയത്ത് വരും. അത് ശരിക്കും ഒരു ഏർലി സിംറ്റം തന്നെയാണ്. ചില സമയത്ത് നമുക്ക് ലെഫ്റ്റിലായിരിക്കും വേദന, ചില സമയത്ത് റൈറ്റിലായിരിക്കും, ചില സമയത്ത് സെൻട്രൽ പോർഷനിലായിരിക്കും. മീൻസ് പീരിയഡ്സിൽ എങ്ങനെയാണ് നമുക്ക് അടിവയറിൽ വേദന ക്രാംസ് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് ക്രാംസ് വരും. അത് കണ്ടിന്യൂസ്ലി ഉണ്ടാവില്ലല്ലോ, നമുക്ക് വരും പോകും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്കൊക്കെ ശരിക്കും അടിവയറ് ഭയങ്കര വേദനയാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് പേടിച്ചു പോയി എന്താണെന്ന് വെച്ചാൽ എനിക്കിനി മീൻസ് എനിക്ക് പ്രഗ്നൻസി ഇല്ലേ, ഇനി ഇത്രയും ബാക്കി സിംറ്റംസ് എല്ലാം ഉണ്ട്, പക്ഷെ അടിവയറിൽ പെട്ടെന്ന് വേദന വന്നപ്പോൾ പേടിച്ചു പോയി. ഇനിയും ഓക്കെ ചിലപ്പോൾ ഇനി മീൻസ് പീരിയഡ്സിൻ്റെ വേദനയാണോ, അത് പീരിയഡ്സ് ആവാറായിട്ടാണോ. പക്ഷെ അത് കുറേ ദിവസം ഉണ്ടായി കേട്ടോ. എനിക്കൊന്നൊരു ഈ ഒരു 1-2 ആഴ്ച എനിക്ക് ആ ഒരു വേദന ഉണ്ടായി, പക്ഷെ പീരിയഡ്സ് ആവുന്നില്ല. അപ്പോൾ ഞാനിവിടെ പറയുന്നുണ്ട് എനിക്ക് പീരിയഡ്സ് ആവും എന്ന്. നമുക്കൊരു ടെൻഷൻ, കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇങ്ങനെയൊക്കെ വേദന വരും, പക്ഷെ അത് പേടിക്കേണ്ട കാര്യമില്ല. വരുമ്പോൾ പക്ഷെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് വേദന വരികയാണെങ്കിൽ ഒബ്വിയസ്ലി നീഡ് ടു കൺസൾട്ട് ഡോക്ടർ. പക്ഷെ എനിക്ക് വരും പോകും ആയത് കാരണം ഞാൻ വെയിറ്റ് ചെയ്ത് ഓക്കെ എന്താണെങ്കിലും നോക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് വരികയാണ്. അപ്പം നമുക്ക് നമ്മുടെ യൂട്രസിൻ്റെ വലിപ്പം കൂടും. അപ്പം നമ്മുടെ യൂട്രസ് വലുതാവും, ആൻഡ് നമ്മുടെ യൂട്രസിന് വലിച്ചിൽ വരും. അങ്ങനെ വലിച്ചിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു വേദനയൊക്കെ എടുക്കുന്നത്. അപ്പം ഈ അടിവയറിൽ വേദന നിങ്ങൾക്ക് ഉണ്ട്, അത് ഒരുപാട് സിവിയർ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാം. അതല്ല വരും പോകും ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ആയിട്ടാണെങ്കിൽ അത് ഒരു ഏർലി എട്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ്. ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ നമുക്ക് മൂഡ് സ്വിങ്സ് വരികയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരഞ്ഞു പോകും, പെട്ടെന്ന് ഭയങ്കര എന്തെങ്കിലുമൊക്കെ സന്തോഷം വരും, പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും. അതൊക്കെ ഒരു ഏർലി സിംറ്റമാണ്. എനിക്ക് വിഷമമായിരുന്നു, ഞാൻ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയി പോവായിരുന്നു. എന്തെങ്കിലും ചെറിയ കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. അപ്പം അങ്ങനെ മീൻസ് അതൊരു സിംറ്റം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. കാരണം നമുക്ക് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം നമ്മുടെ ബോഡിയിൽ ഹോർമോണൽ ചേഞ്ചസ് കാരണം നമുക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വരും. അപ്പം അതൊരു ഏർലി പ്രഗ്നൻസി സിംറ്റം ആണ്. പക്ഷെ മൂഡ് സ്വിങ്സ് ഈ ഒരു സമയത്ത് ഒട്ടും നല്ലതല്ല. എസ്പെഷ്യലി ഡിപ്രഷൻ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കരച്ചിലൊന്നും ഒട്ടും നല്ലതല്ല. അപ്പം നമ്മൾ മാക്സിമം അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുക. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. ഒബ്വിയസ്ലി ആ സമയത്ത് യോഗ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബോഡിയെ ഒരുപാട് അങ്ങോട്ട് എക്സോസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. നമുക്ക് ഒരിടത്ത് ഇരുന്നാൽ മതിയല്ലോ, മെഡിറ്റേറ്റ് ചെയ്യുക. അതിന് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പാട്ട് കേൾക്കുക. പക്ഷെ അപ്പം നമുക്ക് ഇങ്ങനെ ഡിപ്രസീവ് ആയിട്ടുള്ള മൂഡൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അത് മാറ്റാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പം മൂഡ് സ്വിങ്സും ഒരു ഏർലി പ്രഗ്നൻസിയുടെ 9th സിംറ്റം എന്ന് പറയുന്നത് ഹെഡേക്ക് ആണ്, തലവേദന. എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷെ അത് ഇപ്പോൾ ഇല്ല. നേരത്തെ കുറച്ച് നാൾ മുന്നേ വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ബോഡി പ്രഗ്നൻ്റ് ആവുന്നതിന് പ്രിപ്പയർ ആവുന്ന സമയത്ത് എനിക്ക് നല്ല തലവേദന ഉണ്ടായി. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡിയെ കാമാക്കാനായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡി എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ലൈം ജ്യൂസ് കുടിക്കുക, ഫ്രഷ് ജ്യൂസ് കുടിക്കുക, സംഭാരം നന്നായിട്ട് കുടിക്കുക, കരിക്കിൻ്റെ വെള്ളം അതൊക്കെ നന്നായിട്ട് കുടിക്കുക. അപ്പം ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെഡേക്കിൻ്റെ പ്രശ്നം നന്നായിട്ട് മാറ്റാൻ പറ്റും. അപ്പം നമുക്ക് ഭയങ്കര സിവിയർ ആയിട്ടൊക്കെ തലവേദന വരികയാണെങ്കിൽ അതും ഒരു ലാസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് എക്സസ് വെജൈനൽ ഡിസ്ചാർജ് ആണ്. നോർമലി നമുക്കൊരു വൈറ്റ് കളർ ഡിസ്ചാർജ് ആണ് നമ്മുടെ വെജൈനയിൽ നിന്ന് വരുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ടാണ് ആ ഒരു വെജൈനൽ ഡിസ്ചാർജ് നമുക്ക് വരുന്നത്. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കുറച്ചൊരു യെല്ലോയിഷ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് വരുന്നത്. നല്ല ഇച്ചിങ് ഉണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് ഒരു ദുഷിച്ച സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ്റെ ചാൻസസ് ആണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഡോക്ടറിനെ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ
യൂറിൻ ഇൻഫെക്ഷൻ നമുക്ക് ഒട്ടും നല്ലതല്ല നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. എരിവുള്ള ഭക്ഷണമൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഒരുപാട് സീവിയർ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഡോക്ടറിനെ കാണണം പോയി. അപ്പം നമ്മുടെ നോർമൽ ഡിസ്ചാർജിനെക്കാട്ടിലും അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഇച്ചിങ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും യൂറിൻ ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പം നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ആൻഡ് കുറച്ച് കോമൺ ആയിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസ്. ഞാൻ ഈ 10 പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പോയിന്റും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാണ്ട് എനിക്ക് വേറെ ഒരു പോയിന്റും ഇല്ല ശരിക്കും, കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ 7th എനിക്ക് ലാസ്റ്റ് പീരിയഡ്സ് ആയിട്ട് November 9 വരെ എനിക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി. ആ സമയത്തൊക്കെ November 9th ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതുവരെ എനിക്ക് ഈ ഒരു സിംറ്റംസ് എല്ലാം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു 90% എനിക്ക് കൺഫേം ആയിരുന്നു. പക്ഷേ 10% എനിക്ക് കൺഫേം അല്ലാതിരുന്നത് ആ ഒരു അടിവയറിലെ വേദന വന്നത്. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടറാണ് എനിക്കിങ്ങനെ പറഞ്ഞത്, നമ്മുടെ യൂട്രസ് വലുതാകുമ്പോൾ നമുക്ക് ചെറിയ വലിച്ചിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പെയിൻ വരുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഒട്ടും അനക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് ഏർലി പ്രഗ്നൻസി സിംറ്റംസ്. ഐ ഹോപ്പ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇണ്ടതുണ്ട്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. Bye.